ഹലോ മക്കളെ, അപ്പോൾ +1 സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അല്ലേ ഓണം എക്സാം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ പലരുടെയും ഒരു കൺഫ്യൂഷൻ അല്ലേ. കുറച്ച് പേര് പറയുന്നു ഉണ്ടാവും, കുറച്ച് പേര് പറയുന്നു ഉണ്ടാവില്ല, പിന്നെ പറയുന്നു പബ്ലിക് എക്സാം ആയിരിക്കില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ, ഓണം എക്സാം ഉണ്ടാവുമോ ഇല്ലയോ, എങ്ങനെയാണ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എന്താ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം നമുക്ക് അതങ്ങോട്ട് കൺഫേം ചെയ്യാം. ഓണം എക്സാം നിങ്ങൾക്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ നിങ്ങളെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ഓണം എക്സാം നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകുക. അപ്പോൾ അവർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് സാറ് പറയാം. അവർക്ക് പബ്ലിക്കായിട്ടുള്ള ഒരു ഓണം എക്സാം അല്ലായിരുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം +1 എന്താണ് നമ്മുടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നു. ഐ മീൻ എന്താണ് ജൂലൈ ലാസ്റ്റ് വരെയൊക്കെ ഏകദേശം അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ ഒക്കെ വേണ്ട, നമ്മൾ സിലബസ് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും കവർ ചെയ്യേണ്ടതൊന്നും എല്ലാ സ്ഥലത്തും കവർ ആവില്ല. അല്ലെങ്കിൽ പല കുട്ടികൾക്കും ആ ഒരു സിലബസ് ഒക്കെ കവർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് കിട്ടാത്തതായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഓണം എക്സാമിൻ്റെ കേസിൽ മാത്രം നിങ്ങൾക്ക് +1 ഓണം എക്സാമിൻ്റെ കേസിൽ ഇങ്ങനെയൊരു ഒരു കാര്യം ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഓണം എക്സാം നിങ്ങൾക്ക് നടത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ അതെന്താണ്, ഒരു പബ്ലിക് എക്സാം ആയിട്ടല്ല നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് നിങ്ങൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. റെഡി? അപ്പോൾ പബ്ലിക്കായിട്ടല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അതായത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ് അല്ലേ, നിങ്ങൾക്ക് സ്കൂൾ വൈസ് ആയിരിക്കും എന്ത് ചെയ്യാം ഓണം എക്സാം ഉണ്ടാവുക. റെഡി? അപ്പോൾ സ്കൂൾ വൈസ് ആണെങ്കിൽ അടിപൊളിയായി. അപ്പോൾ പഠിക്കേണ്ട, ടീച്ചേഴ്സ് ഇടുന്നതല്ലേ, അത് വിഷയമല്ല, തട്ടിമുട്ടി ഒപ്പിച്ച് പോവാം, കോപ്പി അടിച്ചൊക്കെ എഴുതാം എന്നായിരിക്കും അതിനുശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന കാര്യം. റെഡി? അപ്പോൾ അതിന് മുൻപേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പബ്ലിക് എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഐ മീൻ നമുക്കറിയാം പബ്ലിക്കായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് അല്ല. റെഡി? സ്കൂൾ വൈസ് തരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് ടൈം ടേബിൾ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻസും കൂടെ ഉണ്ടാവും അല്ലേ. നമ്മുടെ +2കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ +2കാർക്കും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഈ വർഷം എക്സാം ഉണ്ടാകുന്നത്. പക്ഷേ അവർക്കൊരു ചേഞ്ച് ഉണ്ട്. അവർക്ക് നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളും പബ്ലിക്കായിട്ടുള്ള ടൈം ടേബിളാണ്. ഐ മീൻ എല്ലാ സ്കൂളുകളിലും എക്സാം നടക്കുക സെയിം ഡേ തന്നെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം സ്കൂൾ വൈസ് ആണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളെ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം ടേബിളും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ടൈം ടേബിളും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളെ സ്കൂൾ വൈസ് തന്നെയാണ്. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് മെജോറിറ്റി കേസുകളിലും എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മുടെ +2കാർക്ക് നിങ്ങൾ സീനിയേഴ്സിന് എങ്ങനെയാണ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ എങ്ങനെയാണ്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ സെയിം ഡേ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്കും എന്ത് ചെയ്യാം സ്കൂളിൽ എക്സാം നടത്തുക എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. റെഡി? അങ്ങനെ ആവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കേസാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം സ്കൂളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പോൾ സുഖമായി അടിപൊളിയായിട്ട് എഴുതാം എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലായിരിക്കും പലരും. അത് വിഷയമല്ല, അത് ഒപ്പിച്ച് പോകാം എന്നുള്ളത്. പക്ഷേ നിങ്ങളിവിടെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് പഠിച്ച് തീർക്കുക. ഓണം എക്സാം ആകുമ്പോഴേക്കും തീർക്കേണ്ട സിലബസുകൾ, നിങ്ങൾക്ക് എത്രത്തോളം ചാപ്റ്ററുകൾ നിങ്ങൾ ക്ലാസ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ തീർക്കുക. ഓക്കെ, ആദ്യത്തെ എല്ലാ സബ്ജക്റ്റിലെയും ആദ്യത്തെ ഒരു 3-4 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അത് നിങ്ങൾ പഠിച്ച് തീർക്കുക എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. റെഡി? ദെൻ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്കിപ്പോൾ ഓണം എക്സാമിൻ്റെ കേസിൽ നിങ്ങൾക്ക് വരുന്ന ചാപ്റ്ററുകൾ കുറച്ച് ചാപ്റ്ററുകളേ ഉള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്ററിനും എത്രത്തോളം വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നമ്മളെ പബ്ലിക് എക്സാമിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ. പബ്ലിക് എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും ഉള്ളത് കൊണ്ട് തന്നെ, ഫുൾ ചാപ്റ്ററുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററുകളിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. റെഡി? എല്ലാ ചാപ്റ്ററും ചിലപ്പോൾ ഒരു 3-4 മാർക്കൊക്കെ ആയിരിക്കും ചില ചാപ്റ്റേഴ്സിന് ഉണ്ടാവുക. റെഡി? ഫുൾ ചാപ്റ്ററുകൾ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ ഓണം എക്സാമിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഒരു 3-4 ചാപ്റ്ററുകൾ മാത്രമാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക ഓണം എക്സാമിന് ഉണ്ടാവുക. ടീച്ചേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇടുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഈ 3-4 ചാപ്റ്ററുകളിൽ നിന്നും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് മീൻസ് നമ്മുടെ പബ്ലിക് എക്സാമിനുള്ള വെയിറ്റേജിനെ അപേക്ഷിച്ച് അതിൽ കൂടുതൽ വെയിറ്റേജിന് ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ വരൂലേ? ഇല്ലേ? ചില പാർട്ട് സ്കിപ്പ് ചെയ്യാനൊക്കെ ഉള്ള നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് പബ്ലിക് എക്സാമിന് ഉണ്ടെങ്കിൽ കൂടി എവിടെ ഉണ്ടാവില്ല, ഓണം എക്സാമിന് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള 3-4 ചാപ്റ്ററുകളിൽ മെജോറിറ്റി കണ്ടൻസും നിങ്ങൾക്ക് എന്താ എക്സാമിനുണ്ടാവും. റെഡി? യെസ്. അതൊക്കെ കൂടെ കൂട്ടി വെച്ചാലേ നിങ്ങൾക്ക് എന്താണ് ഒരു ടോട്ടൽ മാർക്കിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു 100 മാർക്കാണെങ്കിൽ അതിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പബ്ലിക് എക്സാം ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും കുറച്ച് എടുത്താൽ മതി. പക്ഷേ ഇവിടെ 3-4 ചാപ്റ്ററുകളേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നെന്താണ് മെജോറിറ്റി കണ്ടൻസ് എടുത്ത് ക്വസ്റ്റ്യൻസ് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? യെസ്, ആ ഒരു എക്സാമിൻ്റെ കറക്റ്റ് മാർക്കിൽ എത്തിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുകയും വേണം. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും പഠിക്കാനുള്ളതും ഓണം എക്സാമിന് വേണ്ടി തന്നെയായിരിക്കും അല്ലേ? ഒരു ചാപ്റ്ററിൽ ഒരു കാര്യങ്ങളും വിടാതെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, പബ്ലിക് എക്സാം സാറ് നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. സോ എന്താണ്, സ്കൂൾ വൈസ് നടത്തുന്നതാണെങ്കിലും ടീച്ചേഴ്സ് ഇടുന്ന എക്സാമുകളാണെങ്കിലും പബ്ലിക് അല്ല എന്നൊക്കെ കരുതി നിങ്ങൾ ഒരിക്കലും സീരിയസ് അല്ലാതെ ഓണം എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മളിതാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, യൂട്യൂബിൽ തരാറുണ്ട്. പക്ഷെ എന്താണ് പലരും വരാറില്ല. അതെന്തുകൊണ്ടാണ്? യെസ്, ഓണം എക്സാം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ടായിരിക്കാം. ഓക്കെ, പലരും സീരിയസ് ആയിട്ട് കാണാത്തത്. പക്ഷേ സീരിയസ് ആയിട്ട് തന്നെ ഓണം എക്സാമിനെ കാണുക. പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ തന്നെ പഠിച്ച് തീർത്താലേ ഇനി പബ്ലിക് എക്സാമൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സഞ്ചരിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനും മാർക്ക് വാങ്ങാനും പറ്റൂ എന്ന് സ്വയം ഒന്ന് ബോധ്യവാനാവുക. അതിനനുസരിച്ച് എല്ലാ എക്സാമുകളെയും അതിൻ്റേതായ ഇമ്പോർട്ടൻസോടെ കാണുക, പഠിക്കുക എന്നുള്ളതാണ് മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. പബ്ലിക് എക്സാം ആയാലും എങ്ങനെയായാലും ഇനി ഓണം എക്സാം ഇല്ലെങ്കിൽ കൂടി നടത്തുന്നില്ലെങ്കിൽ കൂടി പഠിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും മക്കൾ പഠിച്ച് തീർക്കുക. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.